ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ജീവനെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലടി. നിനക്കെന്നല്ല, ഈ വീട്ടിലുള്ള ഒരുത്തനും ജീവനെ മനസ്സിലായിട്ടില്ല. ജ്യോതിയുടെ കല്യാണം നടത്താൻ തന്നെ എൻ്റെ ഉദ്ദേശം. അത് ഞാൻ നടത്തി കാണിച്ചു തരാടി. അമ്മാവൻ പണ്ട് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. തീരെ വയ്യാതാവുമ്പോ അമ്മാവന് ചാരി നിൽക്കാൻ ഒരു ചുമരാ ഞാനെന്ന്. ഇപ്പോ എനിക്ക് അത്രയ്ക്ക് ബലമൊന്നുമില്ല. ഞാൻ തന്നെ എവിടെയെങ്കിലും ചാരി നിൽക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ അങ്ങ് വീണു പോവും. തളർന്നു പോവല്ലേടാ മോനെ, തളർന്നു പോവല്ലേ. അയ്യേ, കരയല്ലേ, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവൂടാ, കരയല്ലേ. ജീവൻ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അക്കാര്യത്തില് നമ്മൾ രണ്ടുപേരും ഒരുപോലെ. ഉറങ്ങാൻ പാടില്ലല്ലോ. ശത്രുക്കൾ ഇങ്ങനെ കൺമുമ്പിൽ നിൽക്കുമ്പോ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നേ? അല്ല, നാളെ മനുവിന്റെ വീട്ടുകാര് വരുന്നതിന്റെ തയ്യാറെടുപ്പിലാ ജീവനല്ലേ? അതെ. അല്ല, അതിന് നിനക്കെന്താ? എനിക്കേ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതൊന്ന് ക്ലാരിഫൈ ചെയ്തു തന്ന ഉപകാരം ഉണ്ടായിരുന്നു. ഇനി പറ, എന്താണാവോ നിന്റെ സംശയം? വേറൊന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ഓർമ്മയുണ്ടോ? എന്നെ പെണ്ണ് കാണാൻ വന്നത്. പാതിരാത്രി ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കാനാണോ നീ ഇപ്പൊ അങ്ങോട്ട് വന്നത്? യെസ്, അതൊരു ദുരന്തം തന്നെയായിരുന്നു. അന്ന് നീ എന്നിൽ കണ്ട കുറ്റം ഞാൻ മോഡേൺ ഡ്രസ് ധരിച്ചു എന്നതാ. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് ചെയ്തു എന്നുള്ളതാ അല്ലേ? പക്ഷേ നിന്റെ പെങ്ങളുടെ കാര്യത്തിലോ, അവൾക്ക് മോഡേൺ ഡ്രസ് ആവാം. അവൾക്കേ രാവും പകലും ആൺകുട്ടികളായ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തു പോവാം. അതെന്താ നീ എതിർക്കാതിരിക്കുന്നെ? വീണേ, നമ്മൾ തമ്മിൽ ഈ കാര്യം സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. ഉണ്ട്. ഇപ്പൊ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ ഓടി നടക്കുന്നുണ്ടല്ലോ. അതിന്റെ പിറകിലുള്ള ലക്ഷ്യം അതെന്തോ ആയിക്കോട്ടെ. നീ ആരുടെ കല്യാണം നടത്താൻ പോകുന്നത്? നിന്റെ പെങ്ങളുടെ സ്ഥാനത്ത് വേറൊരുത്തിയായിരുന്നെങ്കിൽ നീ അവളെ വിളിക്കുന്ന പേരെന്തായിരിക്കും? വേണ്ട, ബഹളം വെച്ച ആളെ കൂട്ടണ്ട. എന്താ നിങ്ങളുടെ പെങ്ങളുടെ യോഗ്യത? ആരതെന്നറിയാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്. വീണേ, നീ അതിരടക്കുന്നുണ്ട് കേട്ടോ. അതിര് കടന്ന നീ എന്റെ കഴുത്തിന് പിടിക്കുവോ? അല്ലെങ്കിലേ നിന്റെ ആ ഭ്രാന്തുണ്ടല്ലോ, അത് കാണിക്കുമായിരിക്കും. സത്യത്തിലേ നീ ഇത് എന്നോടല്ല കാണിക്കേണ്ടത്. നിങ്ങൾ ആരും അറിയാതെ ഒരു കൊച്ചിനെ സമ്പാദിച്ചവളോടാ. നീ പണ്ട് പറഞ്ഞ ആദർശങ്ങളൊക്കെ സത്യമാണെങ്കിലേ അവള് വഴിപഴച്ചവളല്ല. അവള് നീ എന്താടാ കൊല്ലാത്തത്? എനിക്കിതൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്യരൊരു മോഡേൺ ഡ്രസ് ഇട്ടാ നിനക്കത് സഹിക്കില്ല. അനുജത്തി തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുന്നതിൽ നിനക്ക് ഒരു കുഴപ്പമില്ല.
കല്യാണത്തിന് പിടിച്ചു നിർത്തുന്നതിന് മുമ്പേ അനിയത്തിയോടൊന്ന് ചോദിച്ചു, ഇപ്പൊ ചൂണ്ടിക്കാണിച്ചവൻ തന്നെയാണോ കൊച്ചിന്റെ യഥാർത്ഥ തന്തയെന്ന്. നിക്കടേ. നിനക്ക് നീ ചോദിച്ചതിനുള്ള ഉത്തരങ്ങളല്ലേ വേണ്ടത്? അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ജീവനെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലടി. നിനക്കെന്നല്ല, ഈ വീട്ടിലുള്ള ഒരുത്തനും ജീവനെ മനസ്സിലായിട്ടില്ല. ജ്യോതിയുടെ കല്യാണം നടത്താൻ തന്നെ എൻ്റെ ഉദ്ദേശം. അത് ഞാൻ നടത്തി കാണിച്ചു തരാടി. വരൂ വരൂ, വാ വാ വാ. അങ്ങളെ, അങ്കിള് വന്നിട്ട് ഒന്ന് വിളിച്ചു പോലുമില്ലല്ലോ. അയ്യോ സോറി മോളെ, ഇവിടെ എത്തിയപ്പോഴേക്കും വലിയ വലിയ കാര്യങ്ങളല്ലേ അങ്കിളുടെ തലയിൽ വന്ന് കയറുത്. എന്നാലും മക്കൾ വാ 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 വാ. എല്ലാരും ഇരിക്കേ. അങ്കിൾ, ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലെ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്റെ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് സുജാത, എന്റെ ഭാര്യയാണേ. ഇത് നിത്യ, മരുമകളാണ്. അപ്പൊ മോനോ? ഞാനിവിടെ ഉണ്ടേ. ആ, നമസ്കാരം. ജീവൻ അല്ലേ? അതെ. കാര്യങ്ങളൊക്കെ മനു പറഞ്ഞു. താനാണ് ഇതിന് മുൻകൈ എടുത്തെന്ന് ഒക്കെ ഇവൻ പറഞ്ഞു. അനുചിത്തയുടെ കാര്യമല്ലേ എങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ പിന്നെ അത് ശരവണൻ. വണക്കോയ. ശരവണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെക്കാൾ സ്ഥാനമുള്ള ഒരാൾ. ശരവണന്റെ വീട് എവിടെയാ? தேனி பக்கம் சார். நான் வந்து தமிழன். സുജാതെ, മോളെ ഒന്ന് വിളിക്കൂ. വിളിക്കാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് ഇപ്പോ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ തമ്മിൽ നടന്നതും അതിനുശേഷം കുറെ കാലം പിരിഞ്ഞിരുന്നതും ഒക്കെ.